കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പിൻ്റെ പെരുന്നാൾ ഓഗസ്റ്റ് മാസം 15-ാം തീയതിയാണല്ലോ. വാങ്ങിപ്പിൻ്റെ പെരുന്നാളിനോടനുബന്ധിച്ച് ഓഗസ്റ്റ് മാസം 1 മുതൽ 15 വരെ നോയമ്പാചരണത്തോടെ ആ പെരുന്നാളിലേക്കുള്ള ഒരുക്കത്തിൻ്റെ കാലഘട്ടം. പരിശുദ്ധ ദൈവമാതാവിനെ പൗരസ്ത്യസഭ നൽകുന്ന പ്രാധാന്യം വളരെ വലുതാണ്. അമ്മയുടെ മധ്യസ്ഥതയ്ക്ക് മലങ്കര സഭയും ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകളും പൗരസ്ത്യ പാരമ്പര്യം മുഴുവനായി വലിയ പ്രാധാന്യം നൽകുന്നു. ശരിയായ ഭക്തി ജീവിതത്തിൻ്റെ മാതൃകയാണ് പരിശുദ്ധ ദൈവമാതാവ്. അതുപോലെ തന്നെ വിശ്വാസ സമൂഹത്തിനെപ്പോഴും ദൈവസന്നിധിയിൽ മധ്യസ്ഥതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം പരിശുദ്ധ ദൈവമാതാവാണ്. എല്ലാ ശുദ്ധിമാന്മാരെക്കായാലും ശുദ്ധിമതികളെക്കായാലും പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയ്ക്ക് സഭ ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്നു. അമ്മയുടെ ആരാധനാ ക്രമീകരണത്തിലെ ഈ പ്രാധാന്യവും ആധ്യാത്മിക ജീവിതത്തിലെ പരിശുദ്ധ ദൈവമാതാവ് നൽകുന്ന മാതൃകയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് എന്താണ് സഭ ഇത്രമാത്രം പ്രാധാന്യം നൽകുന്നതെന്ന് നമുക്ക് ഒരു വേദഭാഗത്തിലൂടെ ചിന്തിക്കാം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 46-ാമത്തെ വാക്യം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 46-ാമത്തെ വാക്യം. എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു. ആരാധനാ പാരമ്പര്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആരാധനാക്രമങ്ങളിൽ കൊടുത്തിരിക്കുന്ന വിവർത്തനം എൻ്റെ ദേഹി കർത്താവിനെ പുകഴ്ത്തുന്നു എന്നതാണ്. വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന വാക്ക് എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു. സുറിയാനിക്കാരുടെ പാരമ്പര്യത്തിൽ പെഷീത്ത ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് വളരെ ശ്രദ്ധേയമായൊരു വാക്കാണ്. മാവുർബോ നാഫീസ് ലമൊറിയോ. മാവുർബോ നാഫീസ് ലമൊറിയോ. സഹോദരങ്ങളെ, മറിയാമിൻ്റെ പാട്ട് എന്നാണ് ഈ വേദഭാഗത്തിന് കൊടുത്തിരിക്കുന്ന തലക്കെട്ട്. മറിയാമിൻ്റെ പാട്ടിലെ 1-ാമത്തെ വാക്യമാണ്. മറിയാം പറയുന്നു, ദൈവസന്നിധിയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി പരിശുദ്ധ കന്യക മറിയാം പറയുന്നു, എൻ്റെ ദേഹി കർത്താവിനെ പുകഴ്ത്തുന്നു. യഥാർത്ഥത്തിൽ പരിശുദ്ധ സഭ പരിശുദ്ധ ദൈവമാതാവിന് നൽകുന്ന പ്രാധാന്യവും ആരാധനാ പാരമ്പര്യത്തിൽ അമ്മ കേന്ദ്രബിന്ദുവായി നിലകൊള്ളുന്നതിൻ്റെ കാരണവുമെല്ലാം മനോഹരമായി വിശദീകരിക്കുന്ന വേദഭാഗമാണ് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 46-ാമത്തെ വാക്യം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലാണ് വളരെ വിശദമായ ഒരു വിവരണം, വളരെയധികം ദൈർഘ്യമേറിയ ഒരു വിവരണം പരിശുദ്ധ ദൈവമാതാവിനെക്കുറിച്ചും അതുപോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്നത്. യഥാർത്ഥത്തിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 56 വരെയുള്ള വാക്യങ്ങളിൽ പരിശുദ്ധ ദൈവമാതാവിനെക്കുറിച്ചുള്ള മനോഹര വിവരണം നമുക്ക് ലഭിക്കുന്നു. അതിൽ ഗബ്രിയേൽ മാലാഖ വന്ന് പരിശുദ്ധ ദൈവമാതാവിനോട്, കൃപ നിറഞ്ഞവളെ, നിനക്ക് സമാധാനം, ദൈവത്തിൻ്റെ ആത്മാവ് നിൻ്റെ മേൽ വരും, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും എന്നരുളി ചെയ്യുന്നു. യഥാർത്ഥത്തിൽ വചനിപ്പിൻ്റെ മനോഹര സന്ദർഭമാണ് അവിടെ വിവരിക്കുന്നത്. ആ കൂട്ടത്തിൽ വചനിപ്പിൻ്റെ അനുബന്ധമായി ഗബ്രിയേൽ മാലാഖ മറിയാമിനോട് പറയുന്നു, നിൻ്റെ ചാർച്ചക്കാരി ഏലിശുബ വാർദ്ധക്യത്തിൽ ഗർഭിണിയായിരിക്കുന്നു. ഇത് 6-ാം മാസമാണ്. സക്കറിയ പുരോഹിതൻ്റെ ഭാര്യയായ ഏലിശുബായും വാർദ്ധക്യത്തിൽ ഗർഭിണിയായി എന്ന അറിയിപ്പ് വചനിപ്പിനോടൊരുമിച്ച് പരിശുദ്ധ ദൈവമാതാവിന് ലഭിക്കുന്നു. അമ്മ എഴുന്നേറ്റ് യഹൂദ്യ മലനാട്ടിലേക്ക് യാത്രയായി എന്നാണ് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പ്രതിപാദിക്കുന്നത്. പരിശുദ്ധ ദൈവമാതാവ് ഏലിശുബായെ സന്ദർശിക്കുന്നതിന് വേണ്ടി യഹൂദ മലനാട്ടിലേക്ക് ഏലിശുബായുടെ ഭവനത്തിലേക്ക് പോകുന്നു. യഥാർത്ഥത്തിൽ പരിശുദ്ധ ദൈവമാതാവിനെക്കുറിച്ചുള്ള സഭയുടെ പഠിപ്പിക്കലിൻ്റെയും സഭയുടെ ആധ്യാത്മിക ചിന്തയുടെയും ഒക്കെ മനോഹരമായ അടിസ്ഥാനം ഈ വേദഭാഗത്ത് വിവരിക്കുന്നുണ്ട്. മറിയാമിനെ ഏലിശുബ കാണുന്ന ഉടൻ തന്നെ ഏലിശുബ പറയുന്ന ഒരു വാക്കുണ്ട്, നിൻ്റെ വന്ദന സ്വരം എൻ്റെ കാതുകളിൽ വീണപ്പോൾ പിള്ള എൻ്റെ ഉദരത്തിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഇതാണ് ഏലിശുബയുടെ പ്രതികരണം. നിൻ്റെ വന്ദനസ്വരം എൻ്റെ കാതുകളിൽ വീണപ്പോൾ പിള്ള എൻ്റെ ഉദരത്തിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. യഥാർത്ഥത്തിൽ
ഉദരത്തിൽ ഉരുവായ ഒരു ശിശുവിനെ, 6 മാസം പ്രായമുള്ള ഒരു ശിശുവിനെ തിരിച്ചറിവുണ്ട് എന്ന മഹത്തരമായ യാഥാർത്ഥ്യം വേദപുസ്തകം പഠിപ്പിക്കുകയാണ്. ഇന്നത്തെ ജനറ്റിക് എൻജിനീയറിങ്ങിലൊക്കെ നമുക്കറിയാം, ഒരു ശിശു ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ഉരുവായാൽ 3 മാസം മുതൽ തിരിച്ചറിയുവാനുള്ള സാധ്യത ആ കുട്ടിക്കുണ്ട് എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ടാണല്ലോ പിതാവ് അതിൻ്റെ അരികെ വരുമ്പോൾ ഉദരത്തിൽ 3 മാസം പ്രായമാണെങ്കിലും കുഞ്ഞ് ഉദരത്തിൽ ചലിച്ചു തുടങ്ങും. എത്ര മനോഹരമാണ് ഇന്ന് ജനറ്റിക് എൻജിനീയറിംഗ് വളരെ ഭംഗിയായി വിശദീകരിക്കുന്ന ഈ അർത്ഥതലം. വർഷാന്തരങ്ങൾക്ക് മുമ്പ്, സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് മറിയാമും ഏലിശുബായും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ സുവിശേഷകനായ ലൂക്കോസ് വിവരിക്കുകയാണ്. ലൂക്കോസ് ഏവൻഗേലിയോസ്തായെക്കുറിച്ചുള്ള ഒരു വിശേഷണം, അദ്ദേഹം ഒരു ഫിസിഷ്യൻ, അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു. അതുകൊണ്ടാണ് സൂക്ഷ്മമായ കാര്യങ്ങൾ പോലും ലൂക്കോസ് ഏവൻഗേലിയോസ്ത വിവരിക്കുന്നുണ്ട്. മറിയാമും ഏലിശുബായും തമ്മിലുള്ള കണ്ടുമുട്ടൽ. ഏലിശുബ പറയുന്നു, നിൻ്റെ വന്ദനസ്വരം എൻ്റെ കാതുകളിൽ വീണപ്പോൾ പിള്ള എൻ്റെ ഉദരത്തിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അതിനുശേഷം ഏലിശുബ മറിയാമിനെ അഭിസംബോധന ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. ഏലിശുബ പറയുന്നു, എൻ്റെ ദൈവത്തിൻ്റെ അമ്മ, എൻ്റെ ദൈവത്തിൻ്റെ അമ്മ, എൻ്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്നുണ്ടായി? യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അമ്മയെന്ന് പരിശുദ്ധ ദൈവമാതാവിനെ, മറിയാമിനെ വിളിക്കുന്നത് ആദ്യം സക്കറിയ പുരോഹിതൻ്റെ ഭാര്യയായ ഏലിശുബയാണ്. അല്ലെങ്കിൽ അല്പം കൂടെ വിശദീകരിച്ച് പറഞ്ഞാൽ യോഹന്നാൻ സ്നാപകൻ്റെ അമ്മയായ ഏലിശുബയാണ്. ദൈവത്തിൻ്റെ അമ്മ എന്ന മനോഹര വിശേഷണം പരിശുദ്ധ കന്യക മറിയാമിന് നൽകുന്നു. അതിനുശേഷം പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി അമ്മ നിർവഹിക്കുന്ന പാട്ടാണ് മറിയാമിൻ്റെ പാട്ട് എന്ന് അറിയപ്പെടുന്നത്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 56 വരെയുള്ള വാക്യങ്ങൾ. ഈ മറിയാമിൻ്റെ പാട്ടിനെക്കുറിച്ച് വളരെയധികം വ്യാഖ്യാനങ്ങളും പ്രസംഗതലങ്ങളിൽ അനേക പ്രാവശ്യം വിഷയീഭവിച്ചിട്ടുള്ളതുമാണ്. പ്രത്യേകിച്ച് നസറേത്ത് മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞ് അവൻ താഴ്മയുള്ളവരെ ഉയർത്തുമെന്നും പ്രഭുക്കന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് മറിച്ചിടുമെന്നുമൊക്കെയുള്ള വളരെ മനോഹരമായ തത്വസംഹിതകൾ യേശുക്രിസ്തുവിനാൽ സംജാതമാകുന്ന ദൈവരാജ്യത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പരിശുദ്ധ മറിയാം ഈ മറിയാമിൻ്റെ പാട്ടിലൂടെയാണ് വിവരിക്കുന്നത്. അതിന് നമുക്ക് അനവധി വ്യാഖ്യാനങ്ങളും പുസ്തകങ്ങളും പ്രസംഗങ്ങളുമൊക്കെ ലഭിക്കും. എന്നാൽ ഈ വേദഭാഗത്തിൻ്റെ 1-ാമത്തെ വാക്യം പൗരസ്ത്യ സഭ പരിശുദ്ധ ദൈവമാതാവിന് നൽകുന്ന ആധ്യാത്മിക ജീവിതത്തിൽ അമ്മയ്ക്ക് നൽകുന്ന പ്രാധാന്യവും അമ്മ നൽകുന്ന ആത്മീക ജീവിതത്തിൻ്റെ മാതൃകയും പഠിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് 1-ാമത്തെ വാക്യം ഞാൻ ഉദ്ധരിച്ചത്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 46-ാമത്തെ വാക്യം അമ്മ പറയുന്നു, എൻ്റെ ദേഹി കർത്താവിനെ പുകഴ്ത്തുന്നു. മൈ സോൾ മാഗ്നിഫൈസ് മൈ ലോഡ്. എൻ്റെ കർത്താവിനെ എൻ്റെ ഉള്ളം പുകഴ്ത്തുന്നു. സഹോദരങ്ങളെ, ഓർമ്മയിൽ ഇരിക്കുന്നതിന് വേണ്ടി ഈ വേദഭാഗത്തിൻ്റെ അല്ലെങ്കിൽ അമ്മയ്ക്ക് പരിശുദ്ധ സഭ നൽകുന്ന പ്രാധാന്യത്തിൻ്റെ 1-ാം ഭാഗമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അമ്മ മറിയം ഒരു മാവുർബോ ആണ്. മാവുർബോ എന്ന പദം എല്ലാവർക്കും അറിയത്തില്ല. മാവുർബോ എന്ന് പറഞ്ഞാൽ മാഗ്നിഫിക്കറ്റ്. മാഗ്നിഫിക്കാറ്റ് എന്ന് പറഞ്ഞ വാക്ക് ഇസ് എ കാൻഡിക്കിൾ. അതൊരു സ്തുതിഗീതമാണ്. അമ്മ മറിയം ഒരു സ്തുതിഗീതമാണ്. പരിശുദ്ധ സഭയുടെ ആരാധനാ ക്രമീകരണത്തിൽ പ്രതിദിന ആരാധനയിൽ രാത്രിയിലെ 4-ാം കൗമ കഴിയുമ്പോൾ രാത്രി പ്രാർത്ഥനയിൽ ഹാലേലുയ 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 ദൈവമേ നിനക്ക് സ്തുതി എന്നുള്ള ഹാലേലുയ കീർത്തനം പാടിക്കഴിഞ്ഞ് ചൊല്ലുന്ന പാട്ടാണ്, സ്തുതിഗീതമാണ്, പുകഴ്ച കീർത്തനമാണ് മാവുർബോ. ആ മാവുർബോ എപ്പോഴും പരിശുദ്ധ ദൈവമാതാവിൻ്റെ അതൊരു കന്യാമറിയം സ്തോത്രഗീതമാണ്. കന്യാമറിയം സ്തോത്രഗീതമാണ്. ആ ഒരു സ്തോത്രഗീതം പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ദിവസങ്ങളിൽ നിർബന്ധമായും ചൊല്ലിയിരിക്കണമെന്നത് പരിശുദ്ധ സഭയുടെ ആരാധനാ ക്രമീകരണത്തിൻ്റെ ഒരു നിയമമാണ്. 1-ാമത് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അമ്മ ഒരു സ്തുതിഗീതമാണ്. അമ്മ ദൈവസ്നേഹത്തിൻ്റെ സർവശക്തനായ ദൈവം
മനുഷ്യവർഗത്തെ സ്നേഹിച്ചു എന്നതിൻ്റെ മനോഹരമായ പുകഴ്ചയുടെ ഗാനമാണ് പരിശുദ്ധ ദൈവമാതാവ്. എന്താണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ മനുഷ്യൻ്റെ വീഴ്ചയെക്കുറിച്ച്, ആദമും ഹൗവയും ഏദൻ്റെ പറുദീസയിൽ വെച്ച് വീണുപോയതിനെക്കുറിച്ച്, പറുദീസ മനുഷ്യന് നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. അവിടെ ഹൗവ വൃക്ഷത്തിൻ്റെ ചുവട്ടിലേക്ക് ചെല്ലുകയും യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് പോലെ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിച്ചു. അരുത് എന്ന് ദൈവം കൽപ്പിച്ചത് ഹൗവ നിർവഹിച്ചു പിശാചിൻ്റെ പ്രേരണയാൽ. അങ്ങനെയാണ് വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചത്. ഹൗവ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചതുകൊണ്ട് പ്രപഞ്ചം മുഴുവൻ നാശത്തിനടിമപ്പെട്ടു. മനുഷ്യവർഗം തിന്മയ്ക്ക് അധീനമായി തിന്മയിൽ അകപ്പെട്ടു പോയി. ഈ സന്ദർഭത്തിൽ സർവശക്തനായ ദൈവം മനുഷ്യരോടുള്ള, സൃഷ്ടിയോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം മുഖാന്തരം ഒരു വീണ്ടെടുപ്പിൻ്റെ വലിയ പ്രവചനം നിർവഹിക്കുന്നുണ്ട്. അതാണ് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം. പാമ്പാണ്, പിശാചാണ് പാമ്പിൻ്റെ രൂപത്തിൽ വന്ന് മനുഷ്യനെ വീഴ്ത്തിയതെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ യഹോവയാം ദൈവം പറയുന്നു, ഞാൻ സ്ത്രീക്കും അതുപോലെ തന്നെ പാമ്പിനും ഇടയിൽ ഒരു ശത്രുത ഉളവാക്കും. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ വാക്യം. അവിടെ ഇപ്രകാരം പ്രതിപാദിക്കുകയാണ്. 3-ാം അധ്യായം 15-ാമത്തെ വാക്യം. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വമുണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. യഥാർത്ഥത്തിൽ സ്ത്രീയുടെ പാപം മുഖാന്തരം മനുഷ്യവർഗത്തിനുണ്ടായ, പ്രപഞ്ചത്തിനുണ്ടായ വീഴ്ചയിൽ നിന്ന് ഈ പ്രപഞ്ചത്തെ രക്ഷിക്കുക എന്നത് ദൈവിക പദ്ധതിയും മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിൻ്റെ സ്നേഹവുമായിരുന്നു. ആ സ്നേഹം ദൈവം പ്രകടിപ്പിച്ചതുകൊണ്ടാണ് സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ ചതയ്ക്കുമെന്നുള്ള ഒന്നാം പ്രവചനം വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ നൽകിയത്. അതുകൊണ്ടാണ് ഞാൻ ഓർമ്മിപ്പിച്ചത്, ഈ സ്നേഹത്തിൻ്റെ, ദൈവസ്നേഹത്തിൻ്റെ സ്തുതിഗീതമായി ചരിത്രത്തിൽ പരിണമിച്ചവളാണ് പരിശുദ്ധ ദൈവമാതാവ്. അതുകൊണ്ടാണ് അമ്മ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അമ്മയിൽ ഉൽപ്പാദിതമായിരിക്കുന്നത് ദൈവപുത്രനാണെന്ന് ഏലിശുബായിൽ നിന്ന് അമ്മ മനസ്സിലാക്കുന്ന മനോഹര സന്ദർഭത്തിൽ, അല്ലെങ്കിൽ ഏലിശുബ അത് സാക്ഷിക്കുമ്പോൾ അമ്മ വിളിച്ചു പറയുന്നു, എൻ്റെ ഉള്ളം കർത്താവിനെ പുകഴ്ത്തുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ഇത് അമ്മയൊരു സ്തുതിഗീതം, ദൈവസ്നേഹത്തിൻ്റെ സ്തുതിഗീതമെന്ന ഒന്നാം പാഠം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ യെശയ്യാ പ്രവചനം 7-ാം അധ്യായം 14-ാമത്തെ വാക്യം. യെശയ്യാവ് പ്രവചിക്കുകയാണ്, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. രക്ഷാകര പദ്ധതിയിൽ വീണ്ടെടുപ്പിൻ്റെയും വിമോചനത്തിൻ്റെയും പ്രവചനമാണ് യെശയ്യാ പ്രവചനം 7-ാം അധ്യായം 14-ാം വാക്യം. യെശയ്യാവിൻ്റെ പ്രവചനം പൂർത്തീകരിക്കപ്പെട്ടത് പരിശുദ്ധ ദൈവമാതാവിൽ, കന്യക മറിയാമിലാണ്. അതുകൊണ്ടാണ് അമ്മ പറയുന്നത്, എൻ്റെ ഹൃദയം, എൻ്റെ ഉള്ളം ദൈവത്തെ പുകഴ്ത്തുന്നു. എൻ്റെ ഉള്ളം ദൈവത്തെ പുകഴ്ത്തുന്നതിൻ്റെ കാരണം സ്ത്രീയുടെ സന്തതി, ഒന്നാമത് ഞാൻ ഓർമ്മിപ്പിച്ചു, സർപ്പത്തിൻ്റെ തലയെ ചതയ്ക്കും. രണ്ടാമത് ഞാൻ ഓർമ്മിപ്പിച്ചു, യെശയ്യാവ് പ്രവചിച്ച വീണ്ടെടുപ്പിൻ്റെയും വിമോചനത്തിൻ്റെയും പ്രവചനം നിവൃത്തീകരിക്കപ്പെട്ട മനുഷ്യ സ്ത്രീയാണ് പരിശുദ്ധ കന്യക മറിയാം. യഥാർത്ഥത്തിൽ യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണ്. യേശുക്രിസ്തു ഒരു പ്രവചനത്തിൻ്റെ നിവൃത്തിയാണ്, അല്ലാതെ ഭാവനയോ മനുഷ്യൻ്റെ ബുദ്ധിയിലുണ്ടായൊരു കഥയോ അല്ല. സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് സർവശക്തനായ ദൈവം ഏദൻ്റെ പറുദീസയിൽ വെച്ച് തന്നെ മനുഷ്യാവതാരത്തിൻ്റെ സാധ്യത മനുഷ്യവർഗത്തോട്, ആദമിനോടും ഹൗവയോടും ഓർമ്മിപ്പിച്ചു. സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് തന്നെ, അല്ലെങ്കിൽ ഈ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. അതുകൊണ്ട് ഇന്ന് അമ്മ പാടുന്ന ഈ പാട്ട് അമ്മയൊരു സ്തുതിഗീതമാണ്. പരിശുദ്ധ കന്യക മറിയാം ഒരു മാവുർബോ ആകുന്നു എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചു.
അമ്മ ചൊല്ലുന്ന സ്തുതിഗീതത്തിൻ്റെ രണ്ടാമത്തെ അർത്ഥതലം അമ്മ വീണ്ടെടുപ്പിൻ്റെയും രക്ഷയുടെയും സ്തുതിഗീതമാണ്. മൂന്നാമത്തേത് ഞാൻ ഓർമ്മിപ്പിച്ചു, രാത്രി പ്രാർത്ഥനയുടെ 4-ാം കൗമയിലാണ് ഈ പ്രാർത്ഥന ഈ മാവുർബോ സഭയുടെ ആരാധനാക്രമത്തിൽ സാധാരണ ചൊല്ലുന്നത്. യഥാർത്ഥത്തിൽ ദൈവപുത്രനെ സ്വീകരിക്കുന്നതിനുള്ള ഒരുക്കമായിട്ടുള്ള പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് വിശുദ്ധിയിലേക്ക് നമ്മെ ഉണർത്തുന്ന ഒരു ഭക്തിയുടെ ഉണർത്ത് പാട്ടാണ് ഈ മാവുർബോ. പരിശുദ്ധ ദൈവമാതാവ് ലോകചരിത്രത്തിൽ വിശുദ്ധിയോടെ ജീവിച്ച, ഒരുക്കത്തോടെ ജീവിച്ച ദൈവപുത്രനെ തൻ്റെ ഉദരത്തിൽ സ്വീകരിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന വിശ്വാസികൾ യേശുക്രിസ്തുവിനെ, കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിച്ച് ക്രിസ്തുവിനെ സ്വീകരിപ്പാൻ ഒരുങ്ങുകയാണ്. ക്രിസ്തുവിനെ സ്വീകരിപ്പാൻ ഒരുങ്ങുന്നവർക്ക് ലഭിക്കുന്ന ഭക്തിയുടെ ഉണർത്തുപാട്ട്, അതാണ് പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്ന വിശുദ്ധിയുടെ അതുപോലെ തന്നെ ഭക്തി ജീവിതത്തിൻ്റെ മാർഗം. സഹോദരങ്ങളെ, പരിശുദ്ധ ദൈവമാതാവ് ഒരു സ്തുതിഗീതമായിരുന്നു. പരിശുദ്ധ ദൈവമാതാവ് ഭക്തിയുടെ ഉണർത്തുപാട്ടായിരുന്നു. പരിശുദ്ധ ദൈവമാതാവ് ദൈവസ്നേഹത്തിൻ്റെ പ്രഘോഷണ ഗീതം ആയിരുന്നു. പരിശുദ്ധ ദൈവമാതാവ് രക്ഷയുടെയും വീണ്ടെടുപ്പിൻ്റെയും സങ്കീർത്തനം ആയിരുന്നു. നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാം. വിശുദ്ധ മാമോദീസായിലൂടെ നാം ദൈവമക്കളായി തീർന്നു. നിത്യജീവനും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും പുത്രസ്വീകാര്യവും നാം പ്രാപിച്ചിരിക്കുന്നു. നമ്മൾ അഭിമുഖീകരിക്കുന്ന ജീവിത പ്രതിസന്ധികളുടെ നടുവിൽ, കഷ്ടപ്പാടുകളുടെ നടുവിൽ ഒരു സ്തുതിഗീതമായി പരിണമിക്കുവാൻ നമുക്ക് സാധിക്കത്തില്ലേ? ദൈവസ്നേഹത്തിൻ്റെ പ്രഘോഷണ ഗാനമായി എൻ്റെയും നിങ്ങളുടെയും ജീവിതം മാറുമോ? യഥാർത്ഥത്തിൽ പരിശുദ്ധന്മാരും ശുദ്ധിമതികളുമൊക്കെ സഭയെ പഠിപ്പിക്കുന്ന, ചരിത്രത്തെ പ്രബോധിപ്പിക്കുന്ന, ഉദ്ബോധിപ്പിക്കുന്ന മനോഹരമായ അവരുടെ ജീവിത മാതൃക. അവർ ഈ ചരിത്രത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രഘോഷിച്ച മനോഹര ഉണർത്ത പാട്ടുകളായി പരിണമിച്ചു. ഓരോ വിശ്വാസിയുടെ ജീവിതവും അപ്രകാരം ക്രമീകരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ദൈവീക ഭക്തിയെക്കുറിച്ചും ആത്മീകതയെക്കുറിച്ചും നമുക്ക് ബോധ്യം വരുന്നത്. വേദപുസ്തക ചരിത്രത്തിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ വേദഭാഗത്തിൻ്റെ വിശകലനം രണ്ടാമത് മറ്റൊരർത്ഥം കൂടെ നമ്മെ പഠിപ്പിക്കുന്നു. മറിയാമിൻ്റെ ഉള്ളം. മറിയാം പറയുന്നത്, എൻ്റെ ഉള്ളം, എൻ്റെ ദേഹി കർത്താവിനെ പുകഴ്ത്തുന്നു. മറിയാമിൻ്റെ ഉള്ളം ഹൃദയത്തിൻ്റെ ആത്മീകതയുടെ മാതൃകയാണ്. ആ വാക്ക് ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ദ സ്പിരിച്വാലിറ്റി ഓഫ് ദി ഹാർട്ട്. ഹൃദയത്തിൻ്റെ ആധ്യാത്മികത. എന്താണ് ഈ ഹൃദയത്തിൻ്റെ ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ? സ്പിരിച്വാലിറ്റി ഓഫ് ദി ഹാർട്ട്. പൗരസ്ത്യ ആരാധനാ പാരമ്പര്യത്തിൽ, പ്രത്യേകിച്ച് സുറിയാനിക്കാരുടെ ആരാധനാ പാരമ്പര്യത്തിൽ ഈ ഹൃദയം അത് ദൈവം വസിക്കുന്ന ആലയമാണ്. അതുകൊണ്ടാണ് ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും, അവർ ഭാഗ്യവാന്മാർ. യേശുക്രിസ്തു വിളിച്ചു പറയുന്നു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അമ്മ ദൈവത്തെ സ്വീകരിച്ചത്, മറിയം യൊൽദാസ് ആലോഹോ എന്ന് സുറിയാനിക്കാർ പറയും. അമ്മ ദൈവജനിത്രിയാണ്. അമ്മ പ്രസവിച്ചത് ദൈവത്തെയാണ്. ദൈവത്തെ അമ്മ ഉള്ളിൽ സ്വീകരിച്ചതിൻ്റെ കാരണം അമ്മയുടെ ഹൃദയവിശുദ്ധിയാണ്. അതുകൊണ്ടാണ് ഈ പാട്ട് പ്രതിധ്വനിപ്പിക്കുന്ന രണ്ടാമത്തെ പ്രധാന ആശയം, രണ്ടാമത്തെ പ്രധാന ആത്മീയ അർത്ഥതലം മറിയാമിൻ്റെ ഉള്ളം പഠിപ്പിക്കുന്നത്, മറിയാമിൻ്റെ ഉള്ളം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഹൃദയവിശുദ്ധിയുടെ ശ്രേഷ്ഠമായ ആത്മീക തലമാണ്. സാധാരണഗതിയിൽ പൗരസ്ത്യ ആരാധന പാരമ്പര്യത്തിലും പ്രത്യേകിച്ച് സുറിയാനി ആധ്യാത്മികതയിലുമൊക്കെ മാബൂഗിലെ മോർ ഫീലക്സീനോസ് പറയുന്ന ഒരു വിശദീകരണം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ജീവിതത്തിന് രണ്ട് മോഡ് ഓഫ് എക്സിസ്റ്റൻസ് ഉണ്ട്. ജീവിതത്തിന് രണ്ട് നിലനിൽപ്പിൻ്റെ തലങ്ങളുണ്ട്. അത് രണ്ടും രണ്ട് സെപ്പറേറ്റ് തലമാണെന്നായിട്ടല്ല പറയുന്നത്. ഒന്ന് ഫഗറോനൂത്തോ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ എക്സിസ്റ്റൻസ്. ഫഗറോ
എന്ന സുറിയാനി പറഞ്ഞാൽ ശരീരം എന്നാണ് അർത്ഥം. ശരീരം കേന്ദ്രീകൃതമായ ഒരു മോഡ് ഓഫ് എക്സിസ്റ്റൻസ്. രണ്ടാമത്തേത് പറയുന്നത് റൂഹോനൊയ്ത്തോ. റൂഹോനൊയ്ത്തോ എന്ന് പറഞ്ഞാൽ റൂഹോ ആത്മാവാണ്. ആത്മാവ് കേന്ദ്രീകൃതമായ ഒരു മോഡ് ഓഫ് എക്സിസ്റ്റൻസ്. എന്നിട്ട് അദ്ദേഹം പറയുന്ന നല്ലൊരു വിശദീകരണം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ആത്മശരീര മനസ്സുകളുടെ സംയോഗമാണ് മനുഷ്യൻ്റെ വ്യക്തിത്വം. പഴയ ഭാഷയിൽ ദേഹം, ദേഹി, ആത്മാവ്. ദേഹം, ദേഹി, ആത്മാവ്. ഇവിടെ മറിയാം പറയുന്നത് എൻ്റെ ദേഹി. അതുകൊണ്ടാണ് ഹൃദയമെന്നും മനസ്സെന്നും ഒക്കെയുള്ള വിവരണം കൊണ്ടുവന്നത്. എൻ്റെ ദേഹി കർത്താവിനെ പുകഴ്ത്തുന്നു. അപ്പോൾ ദേഹം, ദേഹി, ആത്മാവ് ഒരുമിച്ച് ചേരുന്ന വ്യക്തിത്വം. അതിൽ പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്നത് മനുഷ്യൻ്റെ ഈ ചരിത്ര ലോകത്തിലെ നിലനിൽപ്പിൻ്റെ രണ്ട് തലങ്ങൾ. പ്രത്യേകിച്ച് 12-ാം നൂറ്റാണ്ടോടുകൂടി പാശ്ചാത്യ കാഴ്ചപ്പാടിൽ ശരീരശാസ്ത്രം, മനുഷ്യൻ്റെ ശരീരശാസ്ത്രത്തെക്കുറിച്ചുള്ള പഠനം വികസിച്ചപ്പോൾ ഹൃദയവും വികാരവും തമ്മിലുള്ള ബന്ധം അതാണ് കൂടുതലായി വിശദീകരിച്ചത്. എന്നാൽ എബ്രായക്കാരും സുറിയാനിക്കാരും ആദിമസഭാ പിതാക്കന്മാരും ഒക്കെ ഹൃദയം വികാരത്തിൻ്റേതിനോടൊപ്പം, ഇമോഷനോടൊപ്പം ഹൃദയം ഇൻ്റലക്ച്വൻ്റെയും നമ്മുടെ ബുദ്ധിയുടെയും കേന്ദ്രമായി പഠിപ്പിച്ചു. അതുകൊണ്ടാണ് ഈ ഹൃദയ ശുദ്ധീകരണത്തിന് ആദിമസഭാ പിതാക്കന്മാരുടെ എഴുത്തുകളിൽ വലിയ പ്രാധാന്യമുണ്ടായത്. ഞാൻ പറഞ്ഞു വന്ന മാബൂഗിലെ മാർ ഫീലക്സീനോസ് പറയുന്നത് ഫഗറോനൂത്തോ, ഭൗതിക ശാരീരിക നിലനിൽപ്പിൽ ഒരു ഫിസിക്കൽ ഹാർട്ട്, ഒരു ഭൗതിക ശരീരം മനുഷ്യനുണ്ട്. എന്നാൽ അദ്ദേഹം തിരിച്ചു പറഞ്ഞു, എൻ്റെ മറുവശം പറഞ്ഞു, റോഹോനോയിത്തോയിൽ ആത്മാവ് കേന്ദ്രീകൃതമായ നിലനിൽപ്പിൽ ഒരു സ്പിരിച്വൽ ഹാർട്ട് ഉണ്ട്. എ ഫിസിക്കൽ ഹാർട്ട് ആൻഡ് എ സ്പിരിച്വൽ ഹാർട്ട്. ഒരു ഭൗതിക ഹൃദയവും ആത്മഹൃദയവും, ആത്മീക ഹൃദയവും. എന്നാൽ ഇത് രണ്ടും രണ്ടായി അല്ല പഠിപ്പിക്കുന്നത്, മറിച്ച് ഇത് ഒരുമിച്ച് ചേരുന്ന ഒരു ഹാർമണി, ഐക്യപ്പെട്ടു വരുന്ന ഒരു രൂപം അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലുണ്ട്. ഞാനിത് ഓർമ്മിപ്പിച്ചതിൻ്റെ കാരണം വളരെ പ്രധാനപ്പെട്ട ഒരാശയം, ഹൃദയത്തിൻ്റെ ആധ്യാത്മികതയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഈ ഒരാശയം വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഈ ശരീരം 1 കൊരിന്ത്യർ 3:16 ധന്യനായ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഈ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവമന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും, ദൈവമന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ഈ ശരീരത്തിൽ ദൈവം വസിക്കുന്നു. ദൈവം വസിക്കുന്ന ഈ ദേവാലയമാകുന്ന ശരീരത്തിലെ വിശുദ്ധ മദ്ബഹയാണ്, ഓൾട്ടറാണ് യഥാർത്ഥത്തിൽ ഹൃദയം. അവിടെയാണ് ഈ സ്പിരിച്വൽ ഹാർട്ട് എന്ന സുറിയാനിക്കാരുടെ പ്രയോഗത്തിൻ്റെ അർത്ഥതലം നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ദേഹവും ദേഹിയും ആത്മാവും ഒരുമിച്ച് ചേർന്ന് ദൈവം വസിക്കുന്ന മന്ദിരമായി പരിണമിക്കുമ്പോഴാണ് ഹൃദയത്തിൻ്റെ ആത്മീയത, ദ സ്പിരിച്വാലിറ്റി ഓഫ് ഹാർട്ട്, ഹൃദയത്തിൻ്റെ ആത്മീയത പരിപോഷിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഭൗതികമെന്നും ആത്മീകമെന്നും രണ്ടായി തിരിക്കുന്നില്ല എന്നത് ശ്രദ്ധിക്കണം. ധന്യനായ പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 53-54 വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഈ ദ്രവത്വമായത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യതയും ധരിക്കണം. ഈ ദ്രവത്വമായത് അദ്രവത്വത്തെയും മർത്യമായത് അമർത്യതയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. ഈ ദ്രവത്വമുള്ളത് ഫിസിക്കൽ ബോഡിയാണ്, ഫിസിക്കൽ ഹാർട്ട് ആൻഡ് ഫിസിക്കൽ ബോഡി. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ ധരിക്കണം. ഇറ്റ് ഈസ് മോർട്ടൽ, ഇത് നശിച്ചു പോകുന്നതാണ്. അതേസമയം ഇറ്റ് ബിക്കംസ് ഇമ്മോർട്ടൽ, ഇത് നശിച്ചു പോകാത്തതായി തീരും. എങ്ങനെ? അവിടെയാണ് ഹൃദയത്തിൻ്റെ ആധ്യാത്മികതയുടെ അടിസ്ഥാനം. ഈ ഹൃദയത്തിലേക്ക് സർവശക്തനായ ദൈവം എഴുന്നള്ളുമ്പോഴാണ് ഈ ശരീരം, നശ്വരമായ ഈ ശരീരം അനശ്വരമായി തീരുന്നത്, മർത്യമായത് അമർത്യമായി തീരുന്നത്, ദ്രവിച്ചു പോകുന്നത് അദ്രവത്വത്തെ സ്വീകരിക്കുന്നത്. ആരാധനാ ഭാഷയിൽ പറഞ്ഞാൽ വിശുദ്ധ മാമോദീസായിലൂടെ ഹൃദയത്തിൻ്റെ ആധ്യാത്മികതയിലേക്ക് ഞാനും നിങ്ങളും കടന്നു വരുന്നു.
വചനിപ്പ് ലഭിച്ച് പരിശുദ്ധ ദൈവമാതാവ് ദൈവപുത്രനെ ഉദരത്തിൽ സ്വീകരിച്ചതിലൂടെ അമ്മ ഹൃദയത്തിൻ്റെ ആധ്യാത്മികത നമ്മെ പഠിപ്പിക്കുന്നു. ഞാനും നിങ്ങളും സ്വീകരിച്ചിരിക്കുന്ന വിശുദ്ധ മാമുദീസായിലൂടെ നമ്മൾ ദൈവമക്കളായി നിത്യജീവൻ്റെ അവകാശം പ്രാപിച്ചു, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചു. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത് പോലെ, കാൺമീൻ, നാം ദൈവമക്കളാകുന്നു, നാം ദൈവമക്കളാകുന്നു. പൗലോസ്ലീഹ പറയുന്നത് പോലെ, പിതാവിൻ്റെ മടിയിലിരുന്നു കൊണ്ട് ആ മുഖത്തേക്ക് നോക്കി അബ്ബാ പിതാവേ എന്ന് വിളിക്കത്തക്ക പുത്രത്വത്തിൻ്റെ അവകാശം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഈ ശരീരം നശിക്കത്തില്ല. ഈ ശരീരം ഈ ലോക ചരിത്രത്തിലെ ജീവിതം കൊണ്ട് നശിച്ചു പോകത്തില്ല. കാര്യം ദ്രവത്വമായത് അദ്രവത്വത്തെയും മർത്യമായത് അമർത്യതയെയും വിശുദ്ധ മാമോദീസായിലൂടെ ധരിച്ചു. ഇവിടെയാണ് യഥാർത്ഥത്തിൽ അമ്മ നമ്മെ പഠിപ്പിക്കുന്ന ഹൃദയശുദ്ധീകരണത്തിൻ്റെ, ഹൃദയത്തിൻ്റെ ആധ്യാത്മികതയുടെ മനോഹരവശം വിവരിക്കപ്പെടുന്നത്. പൗരസ്ത്യ പാരമ്പര്യത്തിൽ, പ്രത്യേകിച്ച് സുറിയാനി സഭ പാരമ്പര്യത്തിൽ അമ്മയുടെ ശ്രേഷ്ഠത, അമ്മയെക്കുറിച്ചുള്ള സ്തുതിഗീതം അതധികവും ചമച്ചത് പരിശുദ്ധനായ അപ്രയമാണ്. 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ശമ്മാസൻ മാത്രമായിരുന്ന പരിശുദ്ധനായ അപ്രയം AD 306 മുതൽ 373 വരെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നത്. എഗൻസ്റ്റ് ദ ഹെറസീസ്, വേദവിപരീതികൾക്കെതിരായ അദ്ദേഹത്തിൻ്റെ ഒരു ഡോക്ട്രിനൽ ഹിമ്മിൽ എന്ന് വച്ചാൽ ദൈവശാസ്ത്രം പഠിപ്പിക്കുന്ന കീർത്തനത്തിൽ അദ്ദേഹം മനോഹരമായി അമ്മയുടെ ഈ ഹൃദയശുദ്ധി വിശദീകരിച്ചു. അദ്ദേഹം പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞത്, അദ്ദേഹം ആദ്യം ഉപയോഗിച്ച വാക്യം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 34-ാം വാക്യത്തിൽ യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറയുന്നു, ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് തരുന്നു, പരസ്പരം സ്നേഹിക്കണം, അന്യോന്യം സ്നേഹിക്കണം എന്ന പുതിയ കൽപ്പന. അത് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയ ഭാഗമാണ്. അതേസമയം വിതയ്ക്കുന്നവൻ്റെ ഉപമ, ആ വിതയ്ക്കുന്നവൻ്റെ ഉപമ ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 15-ാം വാക്യത്തിലും മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങളിലും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലുമാണ് വിവരിക്കുന്നത്. ഈ 2 സംഭവങ്ങൾ പരിശുദ്ധനായ അപ്രയം ചേർത്ത് വെച്ച് വ്യാഖ്യാനിച്ചു. ഒന്ന്, വിതയ്ക്കുന്നവൻ്റെ ഉപമ. രണ്ടാമത്തേത്, കർത്താവ് ശിഷ്യന്മാർക്ക് നൽകിയ പുതിയൊരു കൽപ്പന. വിതയ്ക്കുന്നവൻ്റെ ഉപമയിൽ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 15-ാം വാക്യത്തിൽ സുറിയാനിക്കാർ ഉപയോഗിക്കുന്ന വളരെ മനോഹരമായ, മറ്റൊരു ഭാഷയിലും ലത്തീൻ പാരമ്പര്യത്തിലോ ഗ്രീക്ക് പാരമ്പര്യത്തിലോ കാണാത്ത ഒരു പ്രയോഗമുണ്ട്. ലേബോ ഷഫിയോ എന്ന പ്രയോഗം എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ലൂമിനസ് ഹാർട്ട്, ശുദ്ധീകരിക്കപ്പെട്ട ഹൃദയം. അത് ആ പദം അതേപടി തന്നെ പെഷിത്ത ബൈബിളിൽ, സുറിയാനി ബൈബിളിൽ ഉപയോഗിക്കുകയാണ്. വിതയ്ക്കുന്നവൻ്റെ ഉപമയുടെ വ്യാഖ്യാനത്തിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. നല്ല മണ്ണിലുള്ളതോ, വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുന്നവർ തന്നെ. നല്ല മണ്ണിലുള്ളതോ, വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം നൽകും. ഞാൻ 3 കുഞ്ഞു വാക്കുകളിലൂടെ ഇത് വിവരിക്കാം. നല്ല മണ്ണ്, നല്ല ഹൃദയം, നല്ല ഫലം. ഒന്നുകൂടെ പറയുന്നു, നല്ല മണ്ണ്, നല്ല ഹൃദയം, നല്ല ഫലം. ഇത് 3ൻ്റെയും മനോഹര മാതൃക പരിശുദ്ധ അപ്രയമിൻ്റെ വാക്കിൽ പരിശുദ്ധ കന്യക മറിയമാണ്. ദൈവമാതാവാണ് നല്ല നിലം. അതുകൊണ്ടാണ് കർത്താവ് അരുളി ചെയ്തു, ഞാൻ ജീവൻ്റെ അപ്പം എന്ന ഏവങ്കേലിയോന് ശേഷം പാടുന്ന പാട്ടിനകത്ത് പറയുന്നത്, നല്ല നിലം പോൽ മറിയാം സ്വീകരിച്ചു ഉദരത്തിൽ ദൈവവചനത്തെ. മറിയാമാണ് ഒരുക്കപ്പെട്ട നല്ല നിലം. മറിയമാണ് യഥാർത്ഥത്തിൽ ഒരുക്കപ്പെട്ട നല്ല മണ്ണ്. അതുപോലെ തന്നെ ഈ ചരിത്ര ലോകത്തിൽ പരസ്പര സ്നേഹമെന്ന ദൈവസ്നേഹത്തിൻ്റെ കരുതൽ, സ്നേഹമാകുന്ന ദൈവത്തെ ചരിത്രത്തിന് നൽകിയ, നല്ല ഫലത്തെ ചരിത്രത്തിന് നൽകിയ ഹൃദയശുദ്ധീകരണത്തിൻ്റെ മനോഹരമായ മാതൃക പരിശുദ്ധ അമ്മയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അമ്മ പറയുന്നു, എൻ്റെ ഹൃദയം, എൻ്റെ ഉള്ളം, എൻ്റെ ദേഹി എൻ്റെ കർത്താവിനെ പുകഴ്ത്തുന്നു.
കാരണം എൻ്റെ ഹൃദയത്തിൽ കർത്താവ് വസിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും പ്രത്യേകിച്ച് ഓഗസ്റ്റ് 15 വാങ്ങിപ്പിൻ്റെ പെരുന്നാളിന് ഒരുങ്ങുമ്പോൾ ഓഗസ്റ്റ് 1 മുതൽ 15 വരെ ഈ വാങ്ങിപ്പിൻ്റെ നോയമ്പ് ആചരിക്കുമ്പോൾ സഹോദരങ്ങളെ, അനുഷ്ഠാനം ആന്തരിക വ്യതിയാനത്തിലേക്ക് നയിക്കണം. അനുഷ്ഠാനം കേവലം മതചടങ്ങുകളല്ല. മതചടങ്ങുകളായി അധപ്പതിക്കുന്നുവെങ്കിൽ പ്രയോജനരഹിതം. അതേസമയം അനുഷ്ഠാനങ്ങൾ ഹൃദയശുദ്ധീകരണത്തിലേക്ക് നയിക്കണം. ഹൃദയശുദ്ധീകരണം ലഭിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവസന്നിധിയിൽ നല്ല സാക്ഷികളായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. അങ്ങനെ നല്ല സാക്ഷികളായി ജീവിക്കുമ്പോഴാണ് അമ്മ പഠിപ്പിക്കുന്ന പരിശുദ്ധ ദൈവമാതാവ് നമുക്ക് നൽകുന്ന ആത്മീക പ്രചോദനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അമ്മ നൽകുന്ന ഈ പാട്ടിൻ്റെ, ഈ സ്തുതിഗീതത്തിൻ്റെ മൂന്നാമത്തെ അർത്ഥതലത്തിലേക്ക് നമുക്ക് വരാം. മൂന്നാമത്തെ അർത്ഥതലം എന്ന് പറയുമ്പോൾ ആദ്യം പറഞ്ഞ 2 കാര്യങ്ങൾ പെട്ടെന്നൊന്ന് പറയട്ടെ. ഒന്നാമത്തേത്, അമ്മ ഒരു മാവുർബോ ആകുന്നു. മാവുർബോ ആകുന്നു എന്ന് പറഞ്ഞാൽ അമ്മ ഒരു സ്തുതിഗീതമാകുന്നു. സഭയുടെ ആരാധനയിലും കൗദാശിക ജീവിതത്തിലും അമ്മയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുള്ള പ്രാർത്ഥന നിറഞ്ഞു നിൽക്കുകയാണ്. വിശ്വാസിയെ ദൈവസന്നിധിയിലേക്ക് നയിക്കുന്നതിൽ അമ്മ നമ്മുടെ കൂടെ ഉണ്ട് എന്ന ബോധ്യം ആത്മീക ജീവിതത്തിൽ ശക്തിയുള്ളതാണ്. അമ്മ ദൈവസ്നേഹത്തിൻ്റെ സ്തുതിഗീതമാണ്, രക്ഷയുടെയും വീണ്ടെടുപ്പിൻ്റെയും സ്തുതിഗീതമാണ്, ഭക്തിയുടെ ഉണർത്തുപാട്ടാണ്. രണ്ടാമത് ഞാൻ പറഞ്ഞത്, അമ്മ ഹൃദയ ആധ്യാത്മികതയുടെ, ദ സ്പിരിച്വാലിറ്റി ഓഫ് ദി ഹാർട്ട്, ഹൃദയത്തിൻ്റെ ആധ്യാത്മികതയുടെ മനോഹര മാതൃകയാണ് പരിശുദ്ധ ദൈവമാതാവ്. അതുകൊണ്ടാണ് പരിശുദ്ധനായ അപ്രയം അമ്മയെ വിവരിക്കുന്നു. അമ്മ നല്ല നിലമാണ്, നല്ല മണ്ണാണ്, നല്ല ഫലം പുറപ്പെടുവിച്ചവളാണ്. മൂന്നാമത് സഹോദരങ്ങളെ, അമ്മ ദൈവത്തിൻ്റെ മന്ദിരമാണ്. എൻ്റെ ഉള്ളം കർത്താവിനെ പുകഴ്ത്തുന്നുവെന്ന് പറഞ്ഞാൽ അമ്മയുടെ ഉള്ളിൽ കർത്താവ് വസിക്കുന്നു. ഞാൻ വീണ്ടും ധന്യനായ പൗലോസ് അപ്പോസ്തലനെ ഓർമ്മിപ്പിക്കട്ടെ. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ വിളിച്ചു പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരങ്ങളാണ്. ഓരോ വിശ്വാസിയും ദൈവത്തിൻ്റെ മന്ദിരമാണ്. ഓരോ വിശ്വാസിയിലും വിശുദ്ധ മാമോദീസായിലൂടെ സർവശക്തനായ ദൈവം വസിക്കുന്നു. ദൈവം വസിക്കുന്ന കുടീരങ്ങളാണ് ഞാനും നിങ്ങളും. അതുകൊണ്ടാണ് ഈ ലോക ജീവിതത്തിൻ്റെ ദുഃഖങ്ങളോ ദുരിതങ്ങളോ, എന്തിനേറെ മരണത്തിന് പോലും നമ്മെ നശിപ്പിക്കുവാൻ സാധിക്കത്തില്ല. മരണത്തിനപ്പുറമായി ജീവനിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത് പോലെ, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിസ്താരത്തിൽ ഉൾപ്പെടാതെ മരണത്തെ വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഈ ഭാഗ്യം നമ്മെ പഠിപ്പിച്ച ഒന്നാമത്തെ പള്ളി, ഞാൻ ആലയം എന്നത് മാറ്റി പള്ളി എന്ന് പറഞ്ഞത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ പള്ളി പരിശുദ്ധ ദൈവമാതാവാണ്. എന്താ ഇതിൻ്റെ അർത്ഥം? അമ്മയെക്കുറിച്ചുള്ള പഠിപ്പിക്കൽ, പരിശുദ്ധ സഭയും വിശുദ്ധ ദൈവമാതാവും ഇത് പരസ്പര പൂരകങ്ങളാണ്. അമ്മയും സഭയും പരസ്പര പൂരകങ്ങളാണ് അതിൻ്റെ ചുമതലയിൽ. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? നമുക്കറിയാം, ദ ഇൻവിസിബിൾ ഗോഡ്, അദൃശ്യനായ ദൈവം ഈസ് വിസിബിൾ ടു ദി ഹിസ്റ്ററി. ചരിത്രത്തിലേക്ക് വെളിപ്പെടുന്നു. ആരിലൂടെ? പരിശുദ്ധ ദൈവമാതാവിലൂടെ. അമ്മ ദൈവപുത്രനെ പ്രസവിച്ചു. അതുകൊണ്ട് അദൃശ്യനായ ദൈവം ചരിത്രത്തിൽ ദൃശ്യനായി അമ്മയിലൂടെ. പരിശുദ്ധ സഭയുടെ, പള്ളിയുടെ യഥാർത്ഥ ദൗത്യം ഇതാണ്. അദൃശ്യനായ ദൈവത്തെ പരിശുദ്ധ സഭ ലോകത്തിന് ദൃശ്യമാക്കുന്നു. കാരണം സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്, സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. അതുകൊണ്ടാണ് സഭാപിതാക്കന്മാർ വിശുദ്ധ സഭയെയും പരിശുദ്ധ ദൈവമാതാവിനെയും പരസ്പര പൂരകങ്ങളായി വിവരിക്കുന്നതും വ്യാഖ്യാനിക്കുന്നതും. 45-ാം സങ്കീർത്തനം 9-10 വാക്യങ്ങൾ, അവിടെയാണ് നമ്മളെ ആരാധനയിൽ നിന്നാൾ സ്തുതിയുടെ രാജമകൾ എന്ന് അമ്മയുടെ മധ്യസ്ഥതയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്ന വേദഭാഗം ക്രമീകരിച്ചിരിക്കുന്നത്. 45-ാം സങ്കീർത്തനം 9-10 വാക്യങ്ങളിൽ അവിടെ ഇപ്രകാരം പറയുന്നു, നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികൾ ഉണ്ട്. നിന്റെ വലത്ത് ഭാഗത്ത് രാജ്ഞി ഓഫീർ തങ്കം അണിഞ്ഞു നിൽക്കുന്നു.
നിന്റെ വലത്ത് ഭാഗത്ത് രാജ്ഞി ഓഫീർ തങ്കം അണിഞ്ഞു നിൽക്കുന്നു. യഥാർത്ഥത്തിൽ 45-ാം സങ്കീർത്തനം ഒരു മെസ്സിയാനിക് സാമാണ്, മശിഹാ കീർത്തനമാണ്. ആ മശിഹാ കീർത്തനത്തിൽ അഭിഷിക്തൻ്റെ വലതുവശത്ത് നിൽക്കുന്ന മണവാട്ടി രണ്ടർത്ഥതലത്തിൽ വ്യാഖ്യാനിച്ചു. അഭിഷിക്തനായ മശിഹായുടെ വലതുവശത്ത് നിൽക്കുന്ന മണവാട്ടി ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയാണ്. ആ കൂട്ടത്തിൽ തന്നെ പറഞ്ഞു, ആ മണവാട്ടി ക്രിസ്തുവിനെ ഉദരത്തിൽ സ്വീകരിച്ച പരിശുദ്ധ ദൈവമാതാവിനോട് സദൃശ്യമാണ്. അതുകൊണ്ടാണ് അമ്മയുടെ മധ്യസ്ഥതയ്ക്കും പരിശുദ്ധ സഭയ്ക്ക് വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥനയിലും ഉപയോഗിക്കുന്നത് ഒരേ കുക്കുലിയോനാണ്, നിന്നാൽ സ്തുതിയുടെ രാജമകൾ. പെൺകുട്ടികളെ മാമോദീസ മുക്കുന്ന സന്ദർഭത്തിലും ആദ്യം ചൊല്ലുന്ന പാട്ട് ഇതാണ്, നിന്നു മഹിമയോടെ രാജകുമാരി എന്ന അർത്ഥതലത്തിൽ ഈ വേദഭാഗം തന്നെ പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, അമ്മയും സഭയും യഥാർത്ഥത്തിൽ പരസ്പര പൂരകങ്ങളാണ്. ചുമതലകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് അമ്മ അദൃശ്യനായ ദൈവത്തെ ചരിത്രത്തിന് നൽകുന്നു. പരിശുദ്ധ സഭയും അദൃശ്യനായ ദൈവത്തെ ഇന്നും ഈ വർത്തമാന കാലഘട്ടത്തിൽ ലോകത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നു. അത് യഥാർത്ഥത്തിൽ വളരെ ശ്രേഷ്ഠമായ സഭയുടെ അപ്പോസ്തോലിക പാരമ്പര്യമാണ്. അപ്പോസ്തോലിക പാരമ്പര്യം എന്ന് ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. യേശു ക്രിസ്തു അപ്പോസ്തോലന്മാരോട് നിങ്ങൾ യഹൂദ്യയിലും ശമരിയിലും ലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുവിനെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോസ്തോലന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി ക്രിസ്തുവിൻ്റെ സുവിശേഷം സാക്ഷിച്ചു, പരിശുദ്ധ സഭ സ്ഥാപിച്ചു. ആ സന്ദർഭങ്ങളിൽ അപ്പോസ്തോലന്മാർ പള്ളികൾ സ്ഥാപിച്ചത്, ഞാനീ പറയുന്നത് ഒന്നുകൂടെ ശ്രദ്ധിക്കുക, അപ്പോസ്തോലന്മാർ പള്ളികൾ സ്ഥാപിച്ചത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അമ്മ ദൈവമന്ദിരമാണ്. എൻ്റെ ഹൃദയം, എൻ്റെ ദേഹി കർത്താവിനെ പുകഴ്ത്തുന്നു എന്ന അമ്മ പാടുമ്പോൾ അമ്മ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ആലയമാകുന്നു എന്ന സത്യം വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോസ്തോലന്മാർ സഭ സ്ഥാപിച്ചത് പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ. മാർത്തോമാ ശ്ലീഹ മലങ്കരയിൽ വന്നു 7 പള്ളികൾ സ്ഥാപിച്ചു. ആ 7 പള്ളികളുടെ ചരിത്രം പ്രത്യേകിച്ച് അനുവാചകരായി എന്നെ കേൾക്കുന്ന ചിലർക്കെങ്കിലും അറിയാം. പുരാതനമായ 7 പള്ളികളും പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിൽ സ്ഥാപിക്കപ്പെട്ടതാണ്. യഥാർത്ഥത്തിൽ മലങ്കരയുടെ ഈ ഭാരതത്തിലെ ക്രൈസ്തവ പാരമ്പര്യത്തിൻ്റെ അപ്പോസ്തോലിക പൈതൃകത്തിൻ്റെ ജീവിക്കുന്ന പ്രതീകങ്ങളാണ് തോമാ ശ്ലീഹായാൽ സ്ഥാപിക്കപ്പെട്ട 7 പള്ളികൾ. ആ 7 പള്ളികളും പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിലാണ് പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹ സ്ഥാപിച്ചത്. ഇന്നും ഒരു പള്ളി പുതുതായി കൂദാശ ചെയ്യുമ്പം അതേത് പരിശുദ്ധൻ്റെ നാമത്തിലുള്ള പള്ളിയാണെങ്കിലും അത് കൂദാശ ചെയ്യുമ്പോൾ ആ പള്ളിയുടെ ത്രോണോസിൻ്റെ പുറകിൽ ശില സ്ഥാപിക്കുന്ന ഒന്നാം ശുശ്രൂഷ, ആ ശിലാസ്ഥാപനം നിർവഹിക്കുന്നത് പ്രഥമമായി പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിലാണ്. ഞാൻ ഇതെല്ലാം ഓർമ്മിപ്പിച്ചത് സഹോദരങ്ങളെ, അമ്മ ഒരു സ്തുതിഗീതമാണ്. രണ്ടാമത്, അമ്മ ഹൃദയത്തിൻ്റെ ആധ്യാത്മികതയുടെ മനോഹര മാതൃകയാണ്. മൂന്നാമത്, ഓരോ വിശ്വാസിയും ദൈവത്തിൻ്റെ ആലയമാണ്. ആ ദൈവാലയം എന്ന ശ്രേഷ്ഠമായ ആത്മീക ബോധ്യം നമുക്ക് നൽകുന്നത് പരിശുദ്ധ ദൈവമാതാവാണ്, അമ്മ. അതുകൊണ്ടാണ് പിതാക്കന്മാർ അമ്മ സ്വർഗത്തിൻ്റെ വാതിലാണ്, അമ്മ 2ാം ഹൗവയാണ്, അമ്മ 2ാം സീനായ് മലയാണ്. എത്ര ഭംഗിയായിട്ടാണ്, എത്ര മനോഹരമായിട്ടാണ് പിതാക്കന്മാർ വിശദീകരിച്ചത്. ഞാനൊരു ചെറിയ വിവരണം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. പിതാവായ അഫ്രഹാത്ത് അദ്ദേഹം പേർഷ്യൻ സാമ്രാജ്യത്തിൽ ജീവിച്ചിരുന്ന പൗരസ്ത്യ സുറിയാനി സഭയുടെ മഹാനായൊരു മൽപ്പാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ 23 മനോഹര പ്രസംഗങ്ങളുണ്ട്. ആ പ്രസംഗങ്ങളിൽ 4ാമത്തെ പ്രസംഗം പ്രാർത്ഥനയെക്കുറിച്ചുള്ളതാണ്. പ്രാർത്ഥനയെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ അദ്ദേഹം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കണം. നമുക്കറിയാം, ഇന്ന് ആധുനിക ലോകത്തിൽ ആധ്യാത്മികത എന്ന് പറയുന്നത് ശബ്ദമുഖരിത അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നതാണ്. നമുക്കറിയാം എന്തെന്ത് ശബ്ദഘോഷമാണ് ഇന്നത്തെ ആരാധനകളിലും പ്രാർത്ഥനകളിലും ഒക്കെ നിറയുന്നത്. കാരണം അങ്ങനെ ഒരു ശബ്ദമുഖരിത അന്തരീക്ഷമാണ്
ആധ്യാത്മികതയുടെ തലമെന്ന് തെറ്റായി നമ്മൾ ചിന്തിക്കുന്നു. എന്നാൽ അമ്മ, പരിശുദ്ധ ദൈവമാതാവ്, ആധ്യാത്മികതയുടെ ശാന്തത, ആധ്യാത്മികതയുടെ മനോഹരമായ നിശബ്ദ ഭാവം അത് നമുക്ക് പറഞ്ഞു തരികയാണ്. ഇതും ഹൃദയത്തിൻ്റെ ആധ്യാത്മികതയുടെ പ്രധാന ഭാഗമാണ്. അഫ്രഹാത്ത് വിവരിക്കുന്നത് എല്ലാവരും അറയിൽ കടന്നു വാതിലടച്ച് പ്രാർത്ഥിക്കണം എന്നതിന് അതിൻ്റെ ആ ഭൗതിക അർത്ഥതലത്തെക്കായാലും അദ്ദേഹം കൊടുത്തൊരു വ്യാഖ്യാനം ഞാൻ പറയട്ടെ. അദ്ദേഹം 4-ാം പ്രസംഗത്തിൽ പറയുന്നത് ശരീരമാകുന്ന മന്ദിരത്തിൻ്റെ വാതിൽ എന്ന് പറയുന്നത് ഓരോ മനുഷ്യൻ്റെയും വായാണ്. പ്രാർത്ഥിക്കുമ്പോൾ വാ അടയ്ക്കണം, പ്രാർത്ഥിക്കുമ്പോൾ വാ അടയ്ക്കണം. ഇന്ന് വലുതായി വാ തുറക്കുന്നതാണ് നമ്മെ സംബന്ധിച്ച് പ്രാർത്ഥന. എന്നാൽ അടക്കണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കണ്ണുകൾ താഴേക്ക് ആക്കി ഹൃദയം ഉന്നതങ്ങളിലേക്ക് ഉയർത്തണം. അതാണ് രഹസ്യത്തിൽ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള പിതാവിനോട് പ്രാർത്ഥിക്കേണ്ടത്. ഇതാണ് ഹൃദയത്തിൻ്റെ പ്രാർത്ഥന. ആ ഹൃദയത്തിൻ്റെ പ്രാർത്ഥന മനോഹരമായി നിർവഹിച്ചവളാണ് പരിശുദ്ധ അമ്മ. എൻ്റെ ഉള്ളം കർത്താവിനെ പുകഴ്ത്തുന്നു എന്ന അമ്മ പറഞ്ഞത് പിതാവായ അഫ്രഹാത്ത് വിവരിച്ച ഈ മനോഹര അർത്ഥതലമാണ്. ആധ്യാത്മികതയുടെ മനോഹര തലമാണ്. ഹൃദയം അനുനിമിഷം സർവശക്തനായ ദൈവത്തിൽ സന്തോഷിക്കുന്ന മനോഹര നിമിഷങ്ങൾ. പിതാവായ അഫ്രഹാത്ത് അദ്ദേഹം പറയുന്ന മറ്റൊരു വാക്ക്, പ്രത്യേകിച്ച് വിശുദ്ധ മത്തായി സുവിശേഷം 18-ാം അധ്യായം 20-ാം വാക്യത്തിൽ 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് ഒക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്ന് പറയുന്നു. നമ്മളൊക്കെ ആൾ കൂടുന്ന പ്രാർത്ഥനയ്ക്ക് ഉപോത്ഫലകമായി പറയുന്ന ഒരു വിശദീകരണമാണിത്. 2-3 പേർ കൂടെ കൂടിയാലും ഞാൻ അവരുടെ മധ്യമുണ്ട്. പക്ഷേ ഹൃദയത്തിൽ യേശു ക്രിസ്തു വരുന്നു. അപ്പം ഞാനുണ്ട്, എൻ്റെ ഹൃദയത്തിൽ യേശുവുണ്ട്, ക്രിസ്തുവിൽ സർവശക്തനായി ദൈവമുണ്ട്. പിതാവായ അഫ്രഹാത്ത് വിവരിക്കുന്നത് സർവശക്തനായ ദൈവം ക്രിസ്തുവിൽ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു. അതാണ് 2-3 പേർ ഒരുമിച്ച് കൂടുന്ന മനോഹര സന്ദർഭം. കായൻ്റെയും ഹാബേലിൻ്റെയും വഴിപാടും അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ പ്രാർത്ഥനയും ഹൃദയ ശുദ്ധീകരണത്തിൻ്റെ ആവശ്യകതയുമൊക്കെ ഈ വേദഭാഗത്തിലൂടെ പിതാവായ അഫ്രഹാത്ത് വിവരിക്കുന്നു. അവിടെയും ഹൃദയത്തിൻ്റെ ആധ്യാത്മികത മനോഹരമായി ദൈവമന്ദിരം, അഫ്രഹാത്ത് ഉപയോഗിക്കുന്ന വാക്ക് നമ്മുടെ ശരീരം, അത് ദൈവമന്ദിരം. ആ ദൈവമന്ദിരമാകുന്ന പള്ളിയിലെ ബലിപീഠമാണ് നമ്മുടെ ഹൃദയം. ആ ബലിപീഠത്തിൽ ഉള്ളത്തിൽ കർത്താവിനെ മഹിമപ്പെടുത്തണം. അതാണ് അമ്മ പഠിപ്പിക്കുന്ന ആധ്യാത്മികത. സോബോദ് മെസ്കോസോ, ബുക്ക് ഓഫ് സ്റ്റെപ്സ് എന്ന് പറയുന്നത് പടവുകളുടെ പുസ്തകം. അത് 4-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഒരു സുറിയാനി ഗ്രന്ഥമാണ്. അതിനകത്ത് ദേവാലയത്തിൻ്റെ 3 തലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, ദ വിസിബിൾ ചർച്ച്, കാണാവുന്ന ഈ ചരിത്ര ലോകത്തിൽ കാണപ്പെടുന്ന പള്ളി. അത് നമ്മൾ ആരാധനയ്ക്കായി ഒരുമിച്ച് കൂടുന്ന നമ്മുടെ ദേവാലയമാണ്. ഈ തോബ് അറവോ, അവിടെ പുരോഹിതനുണ്ട്, വിശുദ്ധ മാമോദീസായുണ്ട്, വിശുദ്ധ കുർബാനയുണ്ട്. വിശ്വാസികൾ ഒരുമനപ്പെട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഈ ഭൂമിയിലെ പള്ളിയിൽ സർവശക്തനായ ദൈവം യേശു ക്രിസ്തു തൻ്റെ മനുഷ്യാവതാര കാലഘട്ടത്തിൽ പ്രാർത്ഥിച്ചു. അപ്പോസ്തോലന്മാർ കൂദാശകൾ നിർവഹിച്ചു. ഈ ഭൂമിയിലെ പള്ളിയിലെ പൗരോഹിത്യവും കൂദാശകളും ശുശ്രൂഷകളും സ്ഥാപിച്ചത് യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് ഈ ഭൂമിയിലെ പള്ളി അഭേദ്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു മറ്റൊരു പള്ളിയോട്. അതേതാണ്? അതാ 2-ാമത്തെ പള്ളി, ദ ഇൻവിസിബിൾ ചർച്ച് ഇൻ ഹെവൻ, സ്വർഗത്തിലുള്ള അദൃശ്യമായ പള്ളി. അതിനെക്കുറിച്ച് സോബോദ് മെസ്കോസോ ബുക്ക് ഓഫ് സ്റ്റെപ്സിൽ പറയുന്നത് ഈ തോബ് ബശുമായോ സ്വർഗത്തിലെ പള്ളി. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ എഫേസോസിലെ സഭയുടെ ആരാധനയുടെ പശ്ചാത്തലത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ കാണുന്ന ഒരു ദർശനമുണ്ട്. ആദ്യം അവൻ കേട്ട ശബ്ദം, ആ ദൈവശബ്ദം അവനോട് പറഞ്ഞു, ഇവിടെ കയറി വരിക. യോഹന്നാൻ അപ്പോസ്തലൻ കയറി ചെല്ലുമ്പോൾ
ത്രോണോസിൽ ഉപവിഷ്ടനായ സർവശക്തനായ ദൈവവും ചുറ്റും നിൽക്കുന്ന 24 കഹനന്മാരും ശുഭ്രവസ്ത്രധാരികളായ സഹസ്രങ്ങളായ അവരെവിടെ നിന്ന് വന്നു? മഹാകഷ്ടത്തിൽ നിന്ന് വന്നു. കുഞ്ഞാടിൻ്റെ രക്തത്തിൽ അങ്കി അലക്കി വെളുപ്പിച്ച വിശുദ്ധന്മാരുടെ മഹാസമൂഹം. അതാണ് സ്വർഗത്തിലെ സഭയുടെ ചിത്രം. ആ സ്വർഗത്തിലെ സഭയുടെ റിപ്ലിക്ക, അതിൻ്റെ പ്രതിഫലനമാണ് ഈ ഭൂമിയിലെ സഭ. മൂന്നാമത് അതിനോട് ചേർത്ത് പറയുന്നത്, ഈ ഭൂമിയിലെ സഭയിൽ പ്രാർത്ഥനയ്ക്കായി കൂടുന്ന ഓരോ വിശ്വാസിയും പള്ളിയാണ്. ഓരോ വിശ്വാസിയും ദൈവമന്ദിരമാണ്. അതിനെക്കുറിച്ച് പറയുന്നത് ഈ തോബ് ലേബോ, ഹൃദയമാകുന്ന ദേവാലയം. ഹൃദയമാകുന്ന ദേവാലയം ഭൂമിയിലെ പള്ളിയോടും സ്വർഗത്തിലെ പള്ളിയോടും ഒരുമിച്ച് ചേർന്ന് ഐക്യതപ്പെട്ട ഇൻ ഹാർമണി, ആ ഒരുമനപ്പിൽ ശുശ്രൂഷ നിർവഹിക്കുമ്പോഴാണ്, ജീവിക്കുമ്പോഴാണ് അമ്മ പറഞ്ഞ വാക്ക് നമുക്കും പറയാൻ സാധിക്കുന്നത്, എൻ്റെ ഉള്ളം കർത്താവിനെ പുകഴ്ത്തുന്നു. സഹോദരങ്ങളെ, അമ്മയുടെ ഓർമ്മ ദുഃഖറോനോ, പരിശുദ്ധ അമ്മയുടെ വാങ്ങിപ്പിൻ്റെ പെരുന്നാൾ, അതിലേക്ക് ഒരുങ്ങുന്ന സമയം നമുക്ക് നമ്മുടെ ഉള്ളത്തിൽ സർവശക്തനായ ദൈവത്തെ മഹിമപ്പെടുത്താം. നമ്മുടെ പ്രവൃത്തിയിലൂടെ, നമ്മുടെ ജീവിത മാതൃകയിലൂടെ യേശുക്രിസ്തുവിനെ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ പരിശുദ്ധ അമ്മയുടെ ജീവിത മാതൃകയും മധ്യസ്ഥതയും നമുക്ക് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.